യൂണിറ്റ് ലോഡ് മെത്തേഡിൽ ബീമിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ്. ഓക്കെ, ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഓഫ് ദ ഓവർഹാങ്ങിങ് ബീം ഷോൺ ഇൻ ഫിഗർ യൂസ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ ഉള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ആണ് പറഞ്ഞത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ബീമിന്റെ, അതായത് ഓവർഹാങ്ങിങ് ബീമാണ് തന്നിരിക്കുന്നത്, അതിന്റെ ഫ്രീ എൻഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഒരു ഓവർഹാങ്ങിങ് ബീം. ഓക്കെ, എയിലും ബിയിലുമാണ് സപ്പോർട്ട് വരുന്നത്. ബിയിൽ നിന്നൊരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഓവർഹാങ് പോർഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ആ ഓവർഹാങ് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഫ്രീ എൻഡ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ഇല്ലാത്ത എൻഡ്, അതായത് സി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഓഫ് ദ ഓവർഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓവർഹാങ്ങിങ് ബീമിലെ ഫ്രീ എൻഡ് ഏതാണ്? സപ്പോർട്ട് ഇല്ലാത്ത, എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ സി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതില് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഇവിടെ ഐ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഐ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ആയിട്ട് തന്നെ ഇട്ടിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നതിൽ എന്ന് പറയുന്ന ടേമും ഐ എന്ന് പറയുന്ന ടേമും അതുപോലെ തന്നെ ഇട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, സിംപ്ലി സപ്പോർട്ടഡ് ഇൻ കണ്ടീഷൻ, അതായത് ഓവർഹാങ്ങിങ് ബീം, എക്സ്റ്റൻഡഡ് പോർഷൻ ബി സി, അതേപോലെ തന്നെ അതിന്റെ സ്പാൻ എ ബി എന്ന് പറയുന്ന പോർഷന്റെ സ്പാൻ 6 മീറ്റർ, ബി സി പോർഷന്റെ സ്പാൻ 2 മീറ്റർ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, എ ബി എന്ന് പറയുന്ന പോർഷനിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 2i ആണ്. ബി സി പോർഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് വെറും i ആണ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ, അതായത് റെക്ടാങ്കുലർ ഒരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ എന്താണ് വരിക? BD3/12 ആയിരിക്കും അല്ലെ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ. അതായത് ഇപ്പം ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ ഇത് ബ്രെഡ്ത്തും ഇത് ഡെപ്തും ആണെങ്കിൽ, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ഡിവൈഡ് ബൈ 2 എന്നുള്ളതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ വരിക. ഓക്കെ, അതായത് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രോസ് സെക്ഷനിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, ബിയിലോ ഡിയിലോ വാല്യൂ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ ഐ വാല്യൂവിൽ മാറ്റം വരാന്നുള്ളതാണ്. ഓക്കെ, ക്രോസ് സെക്ഷനിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. അപ്പം ഇവിടെ എ ബി പോർഷനിലെ 2i മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബി സി പോർഷനിലുള്ള ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ബി പോർഷനേക്കാളും കുറവാണെന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൊമെന്റ് ഓഫ് ഇനേഷ്യയിലുള്ള മാറ്റങ്ങൾ. ഓക്കെ, അതായത് ഓരോ പോർഷൻസിലും അത് ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഓവർഹാങ്ങിങ് പോർഷനിൽ അത് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ മാറ്റമുള്ള ഐ വാല്യൂ നമ്മൾ കൊടുക്കാൻ മറന്നു, എല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഐ എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ സൊല്യൂഷനിലേക്ക് പോവാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫ്ലക്ഷൻ അറ്റ് സി ആണ്. ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഞാനിവിടെ ഡെൽറ്റ എന്ന് പറയുന്ന ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സിയിലെ ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഡെൽറ്റ സഫിക്സ് സി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 0 to L. ഡിഫ്ലക്ഷൻ ആയാലും സ്ലോപ്പ് ആയാലും ഇന്റഗ്രൽ 0 to L ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ EI into dx. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ എഴുതി. അപ്പൊ ഇനെ കുറിച്ചും അതിനെ കുറിച്ചും സെപ്പറേറ്റ് അതിന്റെ വാല്യൂസ് ഒന്നും തരാത്തത് കൊണ്ട് EI നമുക്ക് അതുപോലെ തന്നെ എടുക്കാം. എന്നാൽ അത് എടുക്കുന്ന സമയത്ത് എ ബി സ്പാനിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2i എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു. ഓക്കെ, ഇനി ക്യാപിറ്റൽ M സ്മോൾ m കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ക്യാപിറ്റൽ M ഫോം ചെയ്യാം. ഓക്കെ, എങ്ങനെയാ ഫോം ചെയ്യുന്നുള്ള നമുക്ക് നോക്കാം. ഓക്കെ, ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു ഗിവൺ ലോഡിംഗ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സപ്പോർട്ട് റിയാക്ഷൻ. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ കണ്ടീഷൻ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് ഒരു സപ്പോർട്ട് റിയാക്ഷൻസ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഫ്രീ ബോഡി ഡയഗ്രം ഒന്നും കൂടി എടുത്ത് വരയ്ക്കുവാണ്. അതായത് ഈ ബീമിന്റെ ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് വരയ്ക്കുവാണ്. അപ്പം എ ബി സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റിയാക്ഷൻ VA ആൻഡ് VB. ഓക്കെ, ലോഡ് 45 kN/m ആണല്ലോ, ഫുൾ സ്പാൻ എ മുതൽ സി വരെ. ഓക്കെ, അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കണം. ഞാൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണ്. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A is equal to 0. ഓക്കെ, അപ്പൊ എയിലേക്ക് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം VA എന്ന് പറയുന്ന ഫോഴ്സ് ആണുള്ളത് അല്ലെ, അതായത് റിയാക്ഷൻ ആണുള്ളത്. എല്ലാ ലോഡ് കാരണമുള്ള റിയാക്ഷൻ എടുക്കണം.
അപ്പൊ വി എ നോക്കിക്കഴിഞ്ഞാൽ വി എന്റെ ലൈൻ ഓഫ് ആക്ഷൻ ത്രൂ എ ആയതുകൊണ്ട് അവിടെ ബെൻഡിങ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പൊ വി എ ഇൻറ്റു 0 ആയിരിക്കും, അത് എഴുതണമെന്നില്ല. ഇനി അടുത്ത ലോഡ് ഉള്ളത് 45 ആണ്. 45 താഴോട്ട് ആക്ട് ചെയ്യുന്നു, യു ഡി എൽ ആണ്, എ മുതൽ സി വരെ ഉണ്ട്, താഴോട്ട് ആക്ട് ചെയ്യുന്നു. നമ്മുടെ മൊമെന്റ് എടുക്കുന്ന എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലാണ്, അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് മൊമെന്റ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ 45 കാരണം എയിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത്, ആദ്യം ഈ 45നെ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള, അതായത് 45 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന യു ഡി എല്ലിനെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് ആക്കി മാറ്റണം. അപ്പൊ 45 ഇൻറ്റു അതിന്റെ സ്പാനുമായിട്ട്, യു ഡി എല്ലുള്ള സ്പാൻ എന്ന് പറയുന്നത് 6+2 ആണ്. 45 ഇൻറ്റു 8 ചെയ്തു. ഓക്കെ, അപ്പൊ യു ഡി എൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ പോയിന്റ് ആയിരിക്കും. ടോട്ടൽ 8 മീറ്റർ സ്പാൻ ആണെങ്കിൽ അതിന്റെ ഹാഫിലായിരിക്കും ആ യു ഡി എൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം 45 ഇൻറ്റു 8 യു ഡി എല്ലിന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് ഇൻറ്റു എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8/2 ആയിരിക്കും, 8ന്റെ ഹാഫിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, 45 ഇൻറ്റു 8 ഇൻറ്റു 8/2 എന്നുള്ളത് പ്ലസ്സിൽ എഴുതി, കാരണം ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഇനി വി ബി, ഓക്കെ, വി ബി ആണ് അടുത്ത റിയാക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ അടുത്ത ഫോഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം വി ബി കാരണം എയിലേക്കുള്ള മൊമെന്റ് എന്ന് പറയുന്നത് വി ബി മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു, എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലാണ്, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെന്റ് വരിക. അപ്പൊ മൈനസ് വി ബി ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് 6, ഓക്കെ, ഈക്വൽ ടു 0. വേറെ ലോഡുകളൊന്നുമില്ല. അപ്പൊ എല്ലാ ലോഡുകളും അല്ലെങ്കിൽ എല്ലാ ഫോഴ്സുകളും കാരണമുള്ള എയിലേക്കുള്ള മൊമെന്റ് നമ്മൾ എടുത്തു. ഓക്കെ, സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0, അത് ആഡ് ചെയ്താൽ ഈക്വൽ ടു 0 എന്നുള്ളതാണ് ആ റിലേഷൻസിൽ ഇട്ടു. ഇനി ഇവിടെ 45 ഇൻറ്റു 8 ഇൻറ്റു 8/2 RHSലേക്ക് വന്നാൽ അത് മൈനസ് ആവും, വാല്യൂ 1440 കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ബി ഈസ് ഈക്വൽ ടു 240 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ് വി ബി വരുന്നത്, 240 കിലോ ന്യൂട്ടൺ. ഇനി വെർട്ടിക്കൽ റിയാക്ഷൻ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം കൺസെപ്റ്റ് യൂസ് ചെയ്യാം, സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ ഏതൊക്കെയാ വെർട്ടിക്കൽ ഫോഴ്സുകൾ ഉള്ളത്? ഒന്ന് വി എ അല്ലെ, വി എ, പിന്നെ വി ബി, രണ്ടും അപ്വേർഡ് കൺസിഡർ ചെയ്തിരിക്കുന്നുണ്ട്, ഞാനത് പ്ലസിൽ തന്നെ ഇട്ടു. താഴോട്ട് ആക്ട് ചെയ്യുന്ന യു ഡി എൽ, ദാറ്റ് ഈസ് -45 ഇൻറ്റു 8, താഴോട്ട് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു, ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് വി ബി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, വി ബിനെ 240 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടും, വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി മൈനസ് 45 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 0. അപ്പൊ വി എ പ്ലസ് വി ബിന്റെ സ്ഥാനത്ത് 240 എടുത്തു, -45 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എ ഈസ് ഈക്വൽ ടു 120 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇത് ചെയ്താൽ -120 കിട്ടും, RHSലേക്ക് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് കിട്ടും. അപ്പൊ വി എ വി ബി നമുക്ക് കിട്ടി. വി എ ഈസ് 120 കിലോ ന്യൂട്ടൺ ആൻഡ് വി ബി ഈസ് 240 കിലോ ന്യൂട്ടൺ. ഓക്കെ, രണ്ടും നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ്, രണ്ടും അപ്വേർഡ് തന്നെയാണ്, കാരണം ആൻസർ കിട്ടിയിരിക്കുന്ന രണ്ടും പ്ലസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ എം ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടി, അതായത് റിയാക്ഷൻസ് കിട്ടി. അത് വെച്ച് നമുക്ക് ക്യാപിറ്റൽ എം ഫോം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എം കണ്ടുപിടിക്കാം. സ്മോൾ ലെറ്റർ എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്തുള്ള എല്ലാ ലോഡ്സും, അതായത് എക്സ്റ്റേണലി ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ആക്ട് ചെയ്യുന്ന എല്ലാ ലോഡ്സും റിമൂവ് ചെയ്തിട്ട് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥലത്ത് യൂണിറ്റ് ലോഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാ സ്മോൾ ലെറ്റർ എമ്മിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നോക്കാം. ടു ഫൈൻഡ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് സി, ഓക്കെ, സി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്ലൈ യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് അറ്റ് സി. ഓക്കെ, മറ്റുള്ള എല്ലാ ലോഡുകളും റിമൂവ് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ലോഡുകൾ ഉണ്ടായിരുന്നു അല്ലെ, ഇവിടെ 45 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന യു ഡി എൽ ഉണ്ടായിരുന്നു. ആ ലോഡ് മൊത്തത്തിൽ റിമൂവ് ചെയ്ത്, വേറെ ലോഡില്ല, ആ ലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫുൾ സ്പാനും ആ ലോഡുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ട സ്ഥലമായിട്ടുള്ള സിയിൽ എന്ത് ചെയ്യുക, യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കൊടുക്കാം, താഴോട്ടോ മേലോട്ടോ കൊടുക്കാം. ഞാനിവിടെ താഴോട്ട് അസ്യൂം ചെയ്യാണ്. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ആൻസർ, അതായത് ഡിഫ്ലക്ഷൻ എനിക്ക് പ്ലസിലാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ അസ്യൂം ചെയ്തതുപോലെ ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ആണ്. ഇനി ഞാൻ അപ്വേർഡ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എനിക്കിപ്പം കിട്ടിയ ആൻസർ മൈനസിലാണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ അസംഷൻ തെറ്റാണ്, ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ആണെന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ എങ്ങനെയാണോ യൂണിറ്റ് ലോഡ് അസ്യൂം ചെയ്യുന്നത്, ഇപ്പൊ താഴോട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഡിഫ്ലക്ഷൻ പ്ലസിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അസംഷൻ ശരിയാണ്. ഇനി ഞാനിപ്പോ താഴോട്ട് തന്നെ അസ്യൂം ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ആൻസർ മൈനസ് കിട്ടുവാണെങ്കിൽ ഡിഫ്ലക്ഷൻ താഴോട്ടല്ല, ഡിഫ്ലക്ഷൻ അപ്വേർഡ് ആണ് എന്നുള്ളതാണ്
ഓക്കെ, ആ രീതിയിലാണ് യൂണിറ്റ് ലോഡ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, അതായത് ഏത് ഡയറക്ഷനിൽ കൊടുക്കുന്നോ ഉത്തരം പ്ലസിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്, അതേ ഡയറക്ഷനിൽ ഡിഫ്ലക്ഷൻ വരുന്നു. മൈനസിലാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിലല്ല ഡിഫ്ലക്ഷൻ വരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അപ്ലൈ യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് അറ്റ് സി. ഓക്കെ, സിയിൽ കൊടുക്കാൻ കാരണം സിയിലുള്ള ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബൈ റിമൂവിങ് ഓൾ അതർ ലോഡ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് സ്മോൾ ലെറ്റർ എം. ഓക്കെ, നമ്മുടെ ഇക്വേഷനിൽ ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ എന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ സ്മോൾ ലെറ്റർ എമ്മിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ എല്ലാ ലോഡുകളും റിമൂവ് ചെയ്തിട്ട് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ യൂണിറ്റ് ലോഡ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ സി എന്ന് പറയുന്ന സ്ഥലത്ത് താഴോട്ടേക്ക് യൂണിറ്റ് ലോഡ് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ എമ്മിന്റെ എക്സ്പ്രഷൻസ് ഫോം ചെയ്യാം. അപ്പൊ സപ്പോർട്ട് റിയാക്ഷൻ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നു. ടേക്ക് മൊമെന്റ് അബൌട്ട് എ, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ലോഡുകൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്ത് ആഡ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് എടുക്കുവാണ്. അപ്പൊ ആദ്യം വി എ. ഓക്കെ, എയിലേക്കുള്ള മൊമെന്റ് 0 ആണ്, അതായത് എയിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ലാൻ ഓഫ് ആക്ഷൻ വി എന്റെ ത്രൂ എ ആയതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് വിൽ ബി 0. പിന്നെ വി ബി മുകളിലോട്ട് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ്, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ മൈനസ് വി ബി ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 വരും. പിന്നെ 1 ആണുള്ളത്, താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ്, ദാറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ അത് പ്ലസ്സിലാണ്. പ്ലസ് 1 ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് 8 ഈക്വൽ ടു 0. വേറെ ലോഡുകളൊന്നുമില്ല, എല്ലാ ലോഡുകൾ കാരണമുള്ള മൊമെന്റും എടുത്തു. സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ വി ബി കിട്ടും. ഓക്കെ, അപ്പൊ 1 ഇൻറ്റു 8 മൈനസ് വി ബി ഇൻറ്റു 6 ഓക്കെ ഈക്വൽ ടു 0. അപ്പം മൈനസ് വി ബി ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു മൈനസ് 8. വി ബി ഈസ് ഈക്വൽ ടു 8/6. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. 6നെ 2 വെച്ച് കട്ട് ചെയ്താൽ അല്ലെ, രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പം 4/3 കിലോ ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ നമുക്ക് വി ബി കിട്ടും. അപ്പൊ വി ബി കിട്ടിക്കഴിഞ്ഞാൽ ഇനി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പൊ ഇവിടെയുള്ള വെർട്ടിക്കൽ ഫോഴ്സ് ഒന്ന് വി എ ആണ്, ഒന്ന് വി ബി ആണ്, പിന്നെ 1 ആണ്. 1 താഴോട്ടാണ്, വി എ വി ബി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന മുകളിലോട്ടാണ്. അപ്പൊ അത് രണ്ടും ഞാൻ പ്ലസ്സിൽ എഴുതി. അതേപോലെ 1 താഴോട്ടായതുകൊണ്ട് മൈനസിൽ എഴുതി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് വി ബി കിട്ടിയിരിക്കുന്നത് പ്ലസ്സിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ് വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി വരുന്നത്. ഓക്കെ, അപ്പൊ വി എ പ്ലസ് 4/3 മൈനസ് 1. ഓക്കെ, പ്ലസ് 4/3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പം 4/3 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 3 എടുക്കാം. അപ്പൊ 4 മൈനസ് 3 അല്ലെ, ഇങ്ങനെ വരും ഈക്വൽ ടു 0. അപ്പൊ വി എ പ്ലസ് 1/3 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ വി എ ഈസ് ഈക്വൽ ടു മൈനസ് 1/3 വരും. അപ്പൊ വി എ മൈനസ് 1/3 ആണ്, അതായത് വി എ എന്ന് പറയുന്നത് അപ്വേർഡ് അല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് അർത്ഥം. ഓക്കെ, അതിവിടെ മാറ്റി കൊടുക്കണമെന്നില്ല, ഇതുപോലെ തന്നെ വെച്ചിട്ട് വി എന്റെ വാല്യൂ വരുമ്പോൾ മൈനസ് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോ ഡയറക്ഷൻ നിങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്ലസ് 1/3 കൊടുത്താൽ മതി. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ മുകളിലോട്ട് തന്നെയാണ് ഈ റിയാക്ഷൻ വെച്ചിരിക്കുന്നെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ തിരിച്ച് താഴോട്ടേക്ക് മാറ്റിയിട്ടാണ് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നെങ്കിൽ അവിടെ മൈനസ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഡയറക്ഷൻ കറക്റ്റ് രീതിയിലാക്കുവാണെങ്കിൽ അവിടെ മൈനസ് കൊടുക്കണ്ട. ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തില്ല, നമുക്ക് മൈനസിൽ കിട്ടിയ പോലെ തന്നെയാണ് ഡയറക്ഷൻ. നമ്മളിപ്പോൾ മുകളിലോട്ട് തന്നെ വെച്ചിട്ടാണ് ബാക്കി ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നെങ്കിൽ അവിടെ മൈനസ് 1/3 ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയത്. ഓക്കെ, അപ്പം വി എ പ്ലസ് വി ബി മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വി എ പ്ലസ് 4/3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ വി എ ഈസ് ഈക്വൽ ടു മൈനസ് 1/3. ദാറ്റ് മീൻസ് വി എ ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെർട്ടിക്കൽ റിയാക്ഷനും കിട്ടി. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ എം സ്മോൾ എം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ ഇട്ടിട്ട് നമുക്ക് എത്ര ഡിഫ്ലക്ഷൻ വരുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ ഇവിടെ ഫോം ചെയ്യാണ്. എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഇൻ വേരിയസ് പോർഷൻസ്. അപ്പൊ അതിൽ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നത് ഏതൊക്കെ പോർഷൻസിലാണ്, അപ്പൊ അത്രയും പോർഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ക്യാപിറ്റൽ എം ഫോം ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ
എ ബി എന്ന് പറഞ്ഞൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അതായത് ഇവിടം തൊട്ട് ഇതുവരെ ഞാൻ എക്സ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എവിടെയും ആയിക്കോട്ടെ ഒരു എക്സ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി എ ഇൻറ്റു എക്സ് മൈനസ് ഇവിടെ ലോഡ് 45 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 എന്നായിരിക്കും, അല്ലെ, വി എ ഇൻറ്റു എക്സ് ഈ സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 45 താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം ഇതിന്റെ ഡയറക്ഷൻ നോക്കിയാൽ താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ് എന്നുള്ള രീതിയിൽ, അപ്പം മൈനസ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. അപ്പോൾ ലോഡ് കാരണമുള്ള മൊമെന്റ് വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ മൈനസ് 45 ഇൻറ്റു എക്സ് ചെയ്താൽ അതിന് ഈ യു ഡി എൽ ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡായി. അപ്പോൾ അത് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ബൈ 2. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഈ രീതിയിലായിരിക്കും. ഇനി ഇപ്പുറത്താണ് എടുക്കുന്നെങ്കിലോ, ബി സി പോർഷനിലാണെങ്കിൽ എക്സ്പ്രഷൻ ചേഞ്ച് ആയില്ലേ. വി എ എക്സ് ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്നാണ് എടുക്കുന്നെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ എൻഡ് തന്നെ എടുത്താൽ വി എ ഇൻറ്റു എക്സ് മൈനസ് 45 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 മാത്രമല്ല ഒരു വി ബിയും കൂടി അതിൻ്റെ അകത്ത് ആഡ് ആയി വരും, അല്ലെ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ചേഞ്ച് ആയി. അപ്പൊ നമുക്ക് രണ്ട് പോർഷൻസിലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമാണ്. എ ബി എന്ന് പറയുന്ന പോർഷനിൽ ഒരു ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ആണ്, അതായത് ഇവിടം തൊട്ട് എ മുതൽ ബി വരെ എവിടെ എടുത്താലും നമുക്ക് ഈ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. എന്നാൽ ബി സി പോർഷനിലേക്ക് വരുമ്പോൾ അവിടെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് പോർഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഞാനിവിടെ എ ബി എന്ന് പറഞ്ഞൊരു പോർഷൻ, ബി സി എന്ന് പറഞ്ഞൊരു പോർഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, രണ്ട് പോർഷൻ. ഇനി അതിന്റെ ഒറിജിൻ കൺസിഡർ ചെയ്യണം, അതായത് ആ ഒറിജിൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് നിന്നാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് ഒറിജിൻ എ എടുക്കാം, എ ബിയിൽ ബിയും എടുക്കാം എയും എടുക്കാം. പക്ഷെ എയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്കിത് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതുകൊണ്ട് എക്സ്പ്രഷൻ മാക്സിമം സിമ്പിൾ ആയിരിക്കണം, മാക്സിമം ചെറുതാവുന്ന രീതിയിൽ വേണം എടുക്കാൻ. അപ്പൊ നമുക്കിവിടെ എ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം വി എ ഇൻറ്റു എക്സ് മൈനസ് 45 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ്പ്രഷൻ ആയി, വേറെ കൂടുതലൊന്നും അതിൻ്റെ അകത്ത് എടുക്കാനില്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒറിജിൻ എ എടുക്കുവാണ്. രണ്ടാമത്തെ പോർഷൻ ബി സി എടുത്താലോ, ഇതിൽ സി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടുന്ന് ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് ആണ്, റൈറ്റ് സൈഡിൽ 45 താഴോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സെക്ഷനിലേക്ക് താഴോട്ട് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ ആ മൊമെന്റ് ആക്ട് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മൈനസിലായിരിക്കും വരിക. അപ്പൊ മൈനസ് 45 ഇൻറ്റു, ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുവാണ്. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് സൈൻ കൺവെൻഷൻ, ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ തന്നെ എടുക്കണം. ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് നെഗറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ വരുന്ന എക്സ്പ്രഷൻ മൈനസ് 45 ഇൻറ്റു എക്സ് ബൈ 2 ആയിരിക്കും. അതായത് ഇവിടെ തൊട്ട് ഇതുവരെയാണ് എക്സ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മൈനസ് 45 ഇൻറ്റു എക്സ്, ഓക്കെ, അത് ആ യു ഡി എൽ ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡായി മാറി ഇൻറ്റു എക്സ് ബൈ 2. ഓക്കെ, മൈനസ് 45 ഇൻറ്റു എക്സ് ബൈ 2 ആയിരിക്കും അവിടെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഒറിജിൻ സി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ബി ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എക്സ് ബി എന്നാണ് എടുക്കുക. അപ്പൊ ഇവിടം തൊട്ട് ലെഫ്റ്റ് സൈഡ് തൊട്ടിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്യണം. അതായത് ബെൻഡിങ് മൊമെന്റിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ സം ഓഫ് മൊമെന്റ്സ് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ആണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഒറിജിൻ ബി ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ലോഡുകളുടെ മൊമെന്റും എടുത്ത് സം ചെയ്യണം. അപ്പോൾ ബി എ കാരണമുള്ള മൊമെന്റ് എടുക്കണം, യു ഡി എൽ കാരണം എടുക്കണം, വി ബി കാരണം എടുക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ വലുതാവും. ഓക്കെ, അപ്പൊ സി ഒറിജിൻ ആയിട്ട് എടുത്താൽ ഇവിടെ യു ഡി എൽ മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ ആ രീതിയിൽ നോക്കിയിട്ട് വേണം എക്സ്പ്രഷൻ എടുക്കാനായിട്ട്. ഓക്കെ, അതായത് ഒറിജിൻ എടുക്കാനായിട്ട്. അപ്പോൾ ഒറിജിൻ ഞാൻ ആദ്യത്തെ പോർഷനിൽ എ എടുക്കുവാണ്, രണ്ടാമത്തെ പോർഷൻ സി എടുക്കുവാണ്. ഇനി ലിമിറ്റ് നോക്കാം. എ ബി എന്ന് പറയുന്ന പോർഷൻ ലിമിറ്റ് എങ്ങനെയാ വരുന്നത്? എ മുതൽ ബി വരെ എ ആണ് ഒറിജിൻ എടുക്കുന്നത്. അപ്പൊ എയില് ഡിസ്റ്റൻസ് 0 ആണ്, ബി വരെ അത് വേരി ചെയ്യുന്നത് 0 മുതൽ 6 വരെയാണ്, അല്ലെ. ഇവിടെ സ്പാൻ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് എ ബി പോർഷന്റെ. അപ്പം എ ബി എന്ന് പറയുന്ന പോർഷനിൽ 0 മുതൽ 6 വരെയാണ് ഡിസ്റ്റൻസ്. അത് ഒറിജിൻ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എയില് ഡിസ്റ്റൻസ് 0 ആയിരിക്കും. 0 മുതൽ 6 വരെയാണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. ഇനി സി ബി പോർഷൻ, സി ആണ് ഒറിജിൻ എടുക്കുന്നതെങ്കിൽ സിയിൽ 0 ആയിരിക്കും ഡിസ്റ്റൻസ്, സി മുതൽ ബി വരെ അത് 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ലിമിറ്റ് എ ബി പോർഷനിൽ 0 to 6 ആൻഡ് ബി സി പോർഷൻ അത് 0 to 2. ഓക്കെ, സി ഒറിജിൻ ആണ്, സിയിൽ ഡിസ്റ്റൻസ് 0, ബിയിൽ എത്തുമ്പോൾ ഡിസ്റ്റൻസ് 2 ആയി, അതാണ് 0 to 2. അതേപോലെ ഇവിടെ എയിലെ ഡിസ്റ്റൻസ് 0, എ മുതൽ ബി വരെ അത് 6 ആണ്, അപ്പോൾ 0 to 6 ആണ് അതിന്റെ ലെങ്ത്. ഓക്കെ, ആ ലിമിറ്റ് വരുന്നത്. ഇനി ക്യാപിറ്റൽ എമ്മിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ക്യാപിറ്റൽ എമ്മിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷൻ പ്രകാരമുള്ളതാണ്. അപ്പൊ എ ബി പോർഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, വി എ ഇൻറ്റു എക്സ് ഡിസ്റ്റൻസ് എ ആണ് ഒറിജിൻ, അപ്പൊ എ എക്സ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. അപ്പൊ വി എ ഇൻറ്റു എക്സ്, ഓക്കെ, മൈനസ് 45 ഇൻറ്റു എക്സ് ബൈ 2.
ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പോർഷൻ, എ ബി പോർഷനിൽ വരുന്ന ക്യാപിറ്റൽ എമ്മിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പം വി എ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. വി എ ഈസ് 120. അപ്പം വി എന്റെ സ്ഥാനത്ത് 120 കൊടുത്താൽ 120x മൈനസ് 45 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 എന്നായിരിക്കും. ഓക്കെ, അപ്പൊ 120x മൈനസ് 45 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2. അപ്പൊ 45/2 എന്ന് പറയുന്നത് 22.5 ആണ്. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയി. അപ്പൊ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, 120x മൈനസ് 22.5 എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ബി സി പോർഷനിലെ എക്സ്പ്രഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബി സി പോർഷനിൽ ഒറിജിൻ സി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം സി മുതൽ ബി വരെ ഒരു എക്സ് ഡിസ്റ്റൻസിൽ സെക്ഷൻ എക്സ് എക്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം യു ഡിയിൽ മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് യു ഡിയിൽ വരുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷനിലേക്ക്. അപ്പം മൈനസ് 45 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2. 45 ഇൻറ്റു എക്സ് ചെയ്തപ്പോൾ അത് പോയിന്റ് ലോഡായി മാറി, യു ഡി എല്ലിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇൻറ്റു എക്സ് ബൈ 2 ചെയ്തപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആയി. അപ്പോൾ അതായിരിക്കും അവിടെ വരുന്ന ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ, മൈനസ് 45 ഇൻറ്റു എക്സ് ബൈ 2. ദാറ്റ് ഈസ് 45/2 നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ മൈനസ് 22.5 എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം രണ്ട് പോർഷനിലെയും എ ബി പോർഷൻ ബി സി പോർഷനിലെ എക്സ്പ്രഷൻ നമ്മളിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി സ്മോൾ ലെറ്റർ എമ്മിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ പോവാണ് ഇതേപോലെ. ഓക്കെ, അപ്പോൾ സ്മോൾ ലെറ്റർ എം, ആദ്യത്തെ പോർഷൻ എ ബി. അപ്പം ഇവിടെ ഞാൻ എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്തു. എക്സ് ഡിസ്റ്റൻസ് ഞാൻ എൻ്റെയും ബിന്റെ ഇടയ്ക്ക് എടുത്തു. എ ആണല്ലോ ഒറിജിൻ. അപ്പൊ ഇവിടെയുള്ള ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി എ മാത്രമേ ഉള്ളൂ. വി എ ഇൻറ്റു എക്സ് ആയിരിക്കും എക്സ് എക്സ് എന്ന് പറയുന്ന പോർഷനിലെ ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ. അപ്പൊ വി എ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മൈനസ് 1/3 ആണ്. അപ്പോൾ മൈനസ് 1/3 ഇൻറ്റു എക്സ്. ഓക്കെ, ഇവിടെ വി എ ഇൻറ്റു എക്സ്. ഓക്കെ, എക്സ് എക്സ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ വി എ ഇൻറ്റു എക്സ്. വി എ വാല്യൂ ഈസ് മൈനസ് 1/3. അപ്പൊ മൈനസ് 1/3 ഇൻറ്റു എക്സ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പം ഫസ്റ്റ് പോർഷൻ എ ബിയിലെ ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ മൈനസ് 1/3 ഇൻറ്റു എക്സ്. വേറെ ലോഡുകളൊന്നും അവിടെ ഇല്ല. ഇനി രണ്ടാമത്തെ പോർഷൻ, ഓക്കെ, ബി സി പോർഷൻ. അപ്പോൾ ഒറിജിൻ നമ്മൾ സി ആയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏതൊക്കെ പോർഷൻ ആണോ എടുത്തിരിക്കുന്നത് അതേ രീതി തന്നെ ഇവിടെ നമുക്ക് ഒറിജിൻ മാറ്റാനൊന്നും പറ്റില്ല. ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷൻ പ്രകാരം ഏതൊക്കെയാണോ ഒറിജിൻ എടുത്തിരിക്കുന്നത് അതേ ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യുമ്പോഴും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷൻ സിന്റെ ബിന്റെ ഇൻ ബിറ്റ്വീൻ എടുക്കുവാണ്. ഒറിജിൻ സി ആണല്ലോ, അപ്പോൾ സി എന്ന് ഞാൻ എക്സ് ഡിസ്റ്റൻസ് എടുക്കുവാണ്. ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് മൊമെന്റ് ഉണ്ടാക്കുന്നത് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൈനസ് ആണ് വരിക. അപ്പോൾ മൈനസ് 1 ഇൻറ്റു എക്സ് ആയിരിക്കും ബെൻഡി മൊമെന്റ് എക്സ്പ്രഷൻ. ഓക്കെ, സ്മോൾ ലെറ്റർ, വേറെ ലോഡുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മൈനസ് 1 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇ ഐ ശ്രദ്ധിക്കണം. ഇ ഐ രണ്ട് പോർഷനിലും ഡിഫറെന്റ് ആണ്. ഓക്കെ, എ ബി പോർഷനിൽ ഐ വാല്യൂ 2i ആണ്, ബി സി പോർഷനിൽ ഐ വാല്യൂ i ആണ്. ഓക്കെ, അപ്പം ഇ ഐന്റെ സ്ഥാനത്ത് ഇവിടെ 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2ei ആവും, ഇവിടെ ei തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേബിളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ എക്സ്പ്രഷനിലേക്ക് പോവാണ്. ദാറ്റ് മീൻസ് ഇക്വേഷൻ ഈസ് ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to L ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ei ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ei ഇൻറ്റു ഡി എക്സ് ആണല്ലോ. അപ്പൊ ഇവിടെ രണ്ടിന്റെയും എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്തു, ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ ലെറ്റർ എം. അപ്പൊ ഇവിടെ നോക്കേണ്ടത് രണ്ട് പോർഷൻ ആയിട്ടാണുള്ളത്. അപ്പൊ നമുക്ക് ഡെൽറ്റ സിനെ രണ്ട് പോർഷൻ എ ബിയിലുള്ള ഡിഫ്ലക്ഷൻ, അതായത് പോർഷൻ എ ബി ഡിഫ്ലക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡെൽറ്റ 1 ആയിട്ടും പോർഷൻ ബി സി ഡിഫ്ലക്ഷൻ അറ്റ് സിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡെൽറ്റ 2 ആയിട്ടും എടുക്കാം. അപ്പം ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് പോർഷൻസിലുള്ള സിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിഫ്ലക്ഷന്റെ അളവ്. ഓക്കെ, അതാണ് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. ഓക്കെ, പോർഷൻ എ ബിയിലുള്ള സിയിലുള്ള ഡിഫ്ലക്ഷനിലേക്ക് എ ബി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ സിയിലുള്ള ഡിഫ്ലക്ഷനിലേക്ക് ബി സി പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡെൽറ്റ 2. ഓക്കെ, അപ്പൊ ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ എഴുതാം. ഡെൽറ്റ 1 ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം, ദാറ്റ് ഈസ് 120x മൈനസ് 22.5 എക്സ് സ്ക്വയർ. ഓക്കെ, ക്യാപിറ്റൽ എം എഴുതി. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ എം, ക്യാപിറ്റൽ എം സ്മോൾ എം
ഡിവൈഡ് ബൈ EI ആണ്. അപ്പൊ ക്യാപിറ്റൽ M എഴുതി, സ്മോൾ ലെറ്റർ M എന്ന് പറയുന്നത് -1/3 into x. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ M 120x - 22.5x സ്ക്വയർ, സ്മോൾ ലെറ്റർ M -1/3x. ഓക്കെ, അത് രണ്ടും എഴുതി. ഡിവൈഡ് ബൈ EI വാല്യൂ 2EI into dx. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് 2EI എന്നുള്ളത് ഞാൻ പുറത്തെടുക്കുവാണ്, കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പം 1/2EI into 0 to 6. ഓക്കെ, ലിമിറ്റ് നമ്മളെ ഫസ്റ്റ് പോർഷനിലെ ലിമിറ്റ് 0 to 6 ആണല്ലോ. അപ്പൊ 0 to 6, ഇനി 120x into ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ആണ്, രണ്ട് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 120x into -1/3x, ദാറ്റ് ഈസ് -40x സ്ക്വയർ. ഓക്കെ, 120/3 40 ആണ്, x into x സ്ക്വയർ ആവും. ഓക്കെ, പിന്നെ -22.5x സ്ക്വയർ into -1/3x. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ആവും. 22.5/3 7.5 ആണ്, x സ്ക്വയർ into x ക്യൂബ് ആണ്. ഓക്കെ, dx. ഇനി Δ1 = 1/2EI into ഇത് ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാണ്, രണ്ട് ടേമുകളാണല്ലോ ഉള്ളത്, -40x സ്ക്വയറും 7.5x ക്യൂബും. അപ്പം 40x സ്ക്വയറിന്, അതായത് ഇപ്പം എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് x ഇന്റഗ്രൽ ഓഫ് x ഈസ് ഈക്വൽ ടു x²/2 എന്ന് കിട്ടും അല്ലെ. അതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ് ആണ് ഈ പ്രോബ്ലത്തിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, x²/2. ഇന്റഗ്രൽ ഓഫ് x² ആണെങ്കിലോ അത് x³/3 ആയിരിക്കും. ഇന്റഗ്രൽ ഓഫ് x³ ആണെങ്കിലോ ദാറ്റ് ഈസ് x⁴/4 എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള ഇന്റഗ്രേഷൻ സിമ്പിൾ ആയിട്ട് അറിയുകയാണെങ്കിൽ, ഓക്കെ, ഇതുപോലത്തെയുള്ള ഇന്റഗ്രേഷൻ നമുക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് x³ ഈസ് ഈക്വൽ ടു x⁴/4. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കോ, -40x² ആണ്. അപ്പൊ x² ഇന്റഗ്രേഷൻ ചെയ്താൽ x³/3 ആയിരിക്കും. ഓക്കെ, അപ്പം -40x³/3 വന്നു. ഇവിടെ x³ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്, അപ്പൊ x⁴/4 വന്നു. അപ്പൊ 7.5 x⁴/4. ഓക്കെ, ലിമിറ്റ് 0 to 6. ഇനി ഇത് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് അല്ലെ 6 കൊടുക്കണം, മൈനസ് എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്തിട്ടുള്ളതും ചെയ്യണം. അപ്പൊ എങ്ങനെയാ എക്സ്പ്രഷൻ വരിക? -40 into 6³/3 പ്ലസ് 7.5 6⁴/4 മൈനസ് 40 into 0³/3 പ്ലസ് 7.5 into 0⁴/4 എന്ന് വരും. അപ്പൊ 0 എക്സിന്റെ സ്ഥാനത്ത് വന്നാൽ ആ ടേം മൊത്തം 0 ആയിപ്പോ. അപ്പൊ 0 സെപ്പറേറ്റ് കൊടുക്കണം എന്നില്ല, നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, എക്സിന്റെ സ്ഥാനത്ത് 6 കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 1/2EI Δ1 ഈസ് ഈക്വൽ ടു 1/2EI into -40 into 6³/3 പ്ലസ് 7.5 into 6⁴/4. എക്സിന്റെ സ്ഥാനത്തൊക്കെ 6 കൊടുത്തു. അപ്പൊ Δ1 ഈസ് ഈക്വൽ ടു 1/2EI -2880 പ്ലസ് 2430 എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, അപ്പൊ -2880 പ്ലസ് 2430 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -450/2EI എന്നാണ് വരിക. അപ്പൊ ഈ 450യും 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -225/EI കിട്ടും. അപ്പൊ Δ1 നമുക്ക് കിട്ടി -225/EI. EIന്റെ വാല്യൂ നമുക്ക് സെപ്പറേറ്റ് തരാത്തത് കൊണ്ടാണ് നമ്മൾ EI ഇട്ടിട്ട് തന്നെ ചെയ്യുന്നത്. തരുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം EIന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് EI തരാത്തത് കൊണ്ട് നമുക്ക് EI തന്നെ ഇട്ട് കണ്ടുപിടിക്കാം. ആൻസറിലും EI എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കും. അഥവാ EI വാല്യൂ തന്നാലും നിങ്ങൾ തുടക്കത്തിൽ തന്നെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഫൈനൽ നമുക്ക് EI എന്ന് പറഞ്ഞ് ഡിവൈഡ് ബൈ EI എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ EI വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വാല്യൂ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ചെയ്തു വരുമ്പോൾ അത് പ്രയാസമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് Δ2 കണ്ടുപിടിക്കാം. Δ2 ഇന്റഗ്രൽ ഓഫ് 0 to 2 അല്ലെ. Δ2 ഇന്റഗ്രൽ ഓഫ് 0 to 2 ക്യാപിറ്റൽ M -45x²/2 എന്ന് പറയുന്നത് 45/2 -22.5 x² ആണ്, ഇൻറ്റു സ്മോൾ ലെറ്റർ M -x ഡിവൈഡ് ബൈ EI into dx. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. Δ2 ഈസ് ഈക്വൽ ടു 0 to 2 ഇന്റഗ്രൽ 0 to 2 -22.5 x² into -x. ഇപ്പോൾ മൈനസ് പ്ലസ് ആയി, 22.5 x³ ആയി അല്ലെ, ബൈ EI into dx. അപ്പോൾ 1/EI നമുക്ക് പുറത്തെടുക്കാം. Δ2 ഈസ് ഈക്വൽ ടു 1/EI. ഓക്കെ, ഇവിടെ EI വെറും EI ആണ്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കണം, ഇപ്പുറത്ത് 2EI ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 2EI എടുത്തത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഓരോ സ്പാനിലും തരുന്ന ഫ്ലെക്സറൽ റിജിഡിറ്റി, അതിന്റെ വാല്യൂ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ,
അപ്പോൾ 1/ei ഇന്റഗ്രൽ 0 to 2 22.5 x cube dx. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. എക്സ് ക്യൂബിന് ഇന്റഗ്രേഷൻ ചെയ്താൽ എന്താ വരിക? എക്സ് റേസ് ടു 4/4. അപ്പം ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 1/ei 22.5 എക്സ് റേസ് ടു 4/4. ഓക്കെ, ലിമിറ്റ് 0 to 2. അപ്പൊ ഇനി നമുക്ക് 0യും 2ഉം കൊടുക്കാം. 0 എക്സിന്റെ സ്ഥാനത്ത് കൊടുത്താൽ ആ ടേം മൊത്തം 0 ആയി പോകുന്നതുകൊണ്ട് നമ്മൾ 2 മാത്രം കൊടുത്താൽ മതി. അപ്പം ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 1/ei 22.5 ഇൻറ്റു 2 റേസ് ടു 4 ഡിവൈഡ് ബൈ 4. അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ 2 90/ei കിട്ടും. ഓക്കെ, അപ്പൊ ഡെൽറ്റ 1 നമുക്ക് -225/eiയും ഡെൽറ്റ 2 90/eiയും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെൽറ്റ സി ഡിഫ്ലക്ഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 അല്ലെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ഡിഫ്ലക്ഷൻ അറ്റ് സി, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. അപ്പം -225/ei പ്ലസ് 90/ei. ഓക്കെ, അപ്പോൾ -225 പ്ലസ് 90 എന്ന് പറയുമ്പോൾ -135/ei ആണ്. അപ്പൊ ഈ മൈനസ് സൈൻ നമുക്ക് ആൻസറിൽ വന്നു അല്ലെ, -135/ei. അപ്പൊ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിരുന്നത് താഴോട്ടാണ് അല്ലെ. അപ്പൊ ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് അല്ല, ഡിഫ്ലക്ഷൻ അപ്വേർഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമുക്ക് മൈനസിൽ ഉത്തരം കിട്ടിയുണ്ട്. ഓക്കെ, മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഡിഫ്ലക്ഷൻ ഈസ് അപ്വേർഡ്സ് സിൻസ് വി അസ്യൂംഡ് യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ആൻസർ ഇവിടെ പ്ലസിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആവുമായിരുന്നു. എന്നാൽ ഇവിടെ മൈനസിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് ലോഡ് അസ്യൂം ചെയ്ത ഡയറക്ഷനിലല്ല ഡിഫ്ലക്ഷൻ വരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, minus sign indicates that deflection is upwards since we assumed unit vertical load in downward direction. അപ്പോൾ നമ്മുടെ final answer is delta C is equal to 135/ei upwards. Okay.